രാജ്യാന്തര വിപണിയിൽ 2 മാസത്തിനിടെ രേഖപ്പെടുത്തുന്ന ഉയർന്ന നിലവാരത്തിലാണ് ക്രൂഡ് ഓയിൽ നിരക്കുകൾ ഇപ്പോഴുള്ളത്. കഴിഞ്ഞ വ്യാപാര ആഴ്ചയിൽ പ്രധാന ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റുകളിൽ 6% വർധന കുറിച്ചു. ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളുടെ ഡാറ്റ നോക്കിയാൽ ലോങ് പൊസിഷനുകൾ കൂടുതലാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ക്രൂഡ് ഓയിൽ വിലയിൽ ഇനിയും ഉയരുമെന്നതിൻ്റെ സൂചനയാണ്. ഈ വ്യാപാര ആഴ്ചയിൽ ക്രൂഡ് ഓയിൽ വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. തുടർച്ചയായ 2ാം വ്യാപാര ആഴ്ചയിലും ക്രൂഡ് ഓയിൽ വിലയിൽ വർധന രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുള്ള പ്രധാന കാരണം അമേരിക്കയിൽ നിന്നും പുറത്തു വന്ന മെച്ചപ്പെട്ട സാമ്പത്തിക ഡാറ്റകളാണ്. 2023 അവസാനത്തിൽ വിപണി പൊതുവിൽ പ്രതീക്ഷിച്ചതിലും ഉയർന്ന നിലവാരത്തിലാണ് GDP വളർച്ച രേഖപ്പെടുത്തിയത്. ഇതിനോടൊപ്പം കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ച പണപ്പെരുപ്പ കണക്കുകൾ അല്ലെങ്കിൽ ആ നിരക്കുകൾ താരതമ്യേന താഴ്ന്ന നിലയിലായതും ഭാവിയിൽ ക്രൂഡ് ഓയിൽ ആവശ്യകത വർദ്ധിപ്പിക്കുമെന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അതേസമയം ജനുവരി 30 ചേരുന്ന US ഫെഡറൽ റിസർവ് യോഗത്തിൽ അടിസ്ഥാന പലിശ നിരക്കുകൾ കുറയ്ക്കുന്നത് സംബന്ധിച്ച സൂചനകൾ നൽകുന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിൽ വിപണിയെ അനുകൂലമായി സ്വാധീനിക്കുന്ന ഘടകമായി അത് മാറുകയും ചെയ്യും. ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഘടകങ്ങൾ ക്രൂഡ് ഓയിൽ വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ്. നിലവിൽ പശ്ചിമേഷ്യയിലെ സംഘർഷമാണ് മുഖ്യമായും ക്രൂഡ് ഓയിൽ വിപണി ഉറ്റുനോക്കുന്നതും. ആയതിനാൽ തന്നെ എണ്ണ വില കൂടുമെന്നതും തീർച്ചയായ ഒരു കാര്യമാണ്. ഇറാൻ പിന്തുണയോടെ യമനിൽ പ്രവർത്തിക്കുന്ന ഹൂതികൾ ചെങ്കടൽ പാതയിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുന്നതാണ് തലവേദന സൃഷ്ടിക്കുന്നതെന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന വിവരം. ഇതിനോട് US സഖ്യസേനയുടെ പ്രതികരണവും ഇറാൻ അടക്കമുള്ള എതിർചേരികളുടെ കടുത്ത നീക്കങ്ങൾ അല്ലെങ്കിൽ അടുത്തു വരുന്ന നീക്കങ്ങളും വിപണി സാഗുതം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ റഷ്യ-യുക്രൈൻ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നതും പ്രതികൂല ഘടകമായി മാറുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായ ചൈനയിൽ അടുത്തിടെ നടത്തിയ സാമ്പത്തിക ഉത്തേജന നടപടികൾ വിപണിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറുന്നു. പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന കൂടുതൽ പണം ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് ഒഴുക്കാൻ തയ്യാറായത് സമ്പദ്ഘടനയെ വളർച്ചയിലേക്ക് നയിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായും വിലയിരുത്താനുള്ള സാധ്യതയുണ്ട്. ഇത്തരം നടപടികൾ വാണിജ്യ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പിന്തുണയ്ക്കുമെന്നും ഇവയൊക്കെ ഭാവിയിൽ ക്രൂഡ് ഓയിൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയും നൽകുന്നുണ്ട്. വരുന്ന വ്യാപാര ആഴ്ചയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരാനാണ് വിപണി വിദഗ്ധർ അല്ലെങ്കിൽ ആ ഒരു വിപണിയിലേക്ക് ഈ ക്രൂഡ് ഓയിൽ വില ഉയരാനാണ് സാധ്യതയെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഘടകങ്ങൾ കാരണം വിതരണം തടസ്സപ്പെടാമെന്ന ആശങ്കയും ശക്തമായ നിലയിൽ തുടരുന്ന അമേരിക്കൻ സമ്പദ്ഘടനയുടെ ചൈനയുടെ സാമ്പത്തിക ഉത്തേജന പാക്കേജുകളും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ക്രൂഡ് ഓയിൽ മുന്നേറാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. എന്നിരുന്നാലും പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ അലയടികൾ ഈ വിലക്കയറ്റത്തെയും ബാധിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും രാജ്യത്തെ പെട്രോൾ ഡീസൽ നിരക്കുകൾ ഇന്നും മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2022 മെയ് മാസത്തിന് ശേഷം രാജ്യത്തെ വാഹന ഇന്ധന നിരക്കുകളിൽ പൊതുവായൊരു മാറ്റം കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടില്ല എന്നതാണ് സത്യം. അതേസമയം കേരളത്തിൽ 1 ലിറ്റർ പെട്രോളിൻ്റെ നിരക്ക് 108 മുതൽ 109 രൂപ നിലവാരത്തിലും 1 ലിറ്റർ ഡീസലിൻ്റെ വില 96 മുതൽ 98 രൂപ നിലവാരത്തിലും രേഖപ്പെടുത്തുന്നു. ഏതായാലും വരും നാളുകളിൽ എണ്ണ വിലയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന ആകാംക്ഷയിലാണ് ലോകരാഷ്ട്രങ്ങൾ.